അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓൾറെഡി നിങ്ങൾ ആ പ്രോബ്ലംസ് അതിൻ്റെ ഞാൻ തന്നിട്ടുള്ള ഡോക്യുമെന്റിൽ നിന്ന് ആ പ്രോബ്ലംസ് ബുക്കിൽ കോപ്പി ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡി. അപ്പോൾ ആ ഇക്വേഷൻസ് നമുക്കറിയാം. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഏതൊക്കെയാണ്? V is equal to U plus AT, S is equal to UT plus half AT square, V square is equal to U square plus 2AS. ഇതിൽ V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, U ഇനീഷ്യൽ വെലോസിറ്റി, തുടങ്ങണ വെലോസിറ്റി ഇനീഷ്യൽ. V എന്ന് പറയുമ്പോൾ ഫൈനലി അക്വയർ ചെയ്യുന്നത് ഫൈനൽ വെലോസിറ്റി, A ആക്സിലറേഷൻ, T ടൈം അല്ലേ. പിന്നെ ഈ ഒരു ലാസ്റ്റ് ഇക്വേഷനും നമ്മളൊരു ജനറൽ ഡെറിവേഷൻ പഠിച്ച് ഞാൻ പറഞ്ഞ എല്ലാ പരീക്ഷയ്ക്കും വരും, ചോദിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇക്വേഷനാണ്. നമ്മളെല്ലാവരും ഡിറൈവ് ചെയ്ത് 2, 3, 4 പ്രാവശ്യമൊക്കെ ചെയ്ത് ഉറപ്പിച്ചു. ഇപ്പം എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ ഡിറൈവ് ചെയ്യാൻ പാകത്തിനായിട്ടുണ്ട്. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ ദി ബോഡി ഡ്യൂറിങ് nth സെക്കൻഡ്. എന്നാമത്തെ സെക്കൻഡിൽ മാത്രം എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി അതിനുള്ള ഇക്വേഷൻ ആണിത്. Sn ഈസ് ഈക്വൽ ടു U പ്ലസ് A ഇൻറ്റു n മൈനസ് ഹാഫ്. ഇപ്പോൾ 10 സെക്കൻഡിന് ശേഷമല്ല, 10ാമത്തെ സെക്കൻഡിൽ മാത്രം, 100ാമത്തെ സെക്കൻഡിൽ മാത്രം, 90ാമത്തെ സെക്കൻഡിൽ മാത്രം, അങ്ങനെ ആ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതൊരു 4ാമത്തെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ ആണ്. ഇനി ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ ബോഡീസ് മൂവിങ് അണ്ടർ ഗ്രാവിറ്റി നമുക്ക് ഇതിൽ പെടുത്താം. കാരണം gravitational acceleration due to gravitational force is G. It is uniform all over the earth. അല്ലേ? എക്ക് പകരം ആക്സിലറേഷൻ ഫോർ ബോഡീസ് മൂവിങ് അണ്ടർ ഗ്രാവിറ്റി G ആയി മാറും. അത് യൂണിഫോം ഓൾ ഓവർ ദി എർത്ത് ആണ്. വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഇക്വേഷൻസ് പോലെ ഫോർ ബോഡീസ് മൂവിങ് അണ്ടർ ഗ്രാവിറ്റിക്ക് നമുക്ക് ഇതുപോലെ 4 ഇക്വേഷൻ എഴുതാം. V is equal to U plus or minus GT, S is equal to UT plus or minus half GT square, V square is equal to U square plus or minus 2GS, Sn is equal to U plus or minus G into n minus half. ഒരു മാറ്റവും ഇല്ല. A എന്നുള്ള പ്ലേസ് ഒക്കെ റീപ്ലേസ്ഡ് ബൈ G. ഇനി പോസിറ്റീവ് എന്നുള്ളത് നമുക്കറിയാം, ഫോർ ബോഡീസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, ആൻഡ് നെഗറ്റീവ് സൈൻ ഈസ് ഫോർ ബോഡീസ് പോസിറ്റീവ് സൈൻ ഈസ് ഫോർ ബോഡീസ് മൂവിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ അല്ലെ, എർത്തിലേക്ക് വരുന്ന ഡയറക്ഷനിൽ. അത് മനസ്സിലാക്കണം. തെറ്റി പറഞ്ഞ നേരത്തെ ക്ലിയർ ആയല്ലോ അല്ലെ. താഴേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി എർത്ത് ആയതുകൊണ്ട് അത് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, പോസിറ്റീവ് ആണ്. മുകളിലേക്ക് ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് മൂവ്മെന്റ് അല്ലെ. എഗെയിൻസ്റ്റ് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ഈസ് റിട്ടാർഡേഷൻ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് മൈനസ്. അപ്പോൾ താഴേക്ക് വരുന്ന ബോഡീസിന് നമ്മൾ പ്ലസ് സൈനുള്ള ഇക്വേഷൻ V is equal to U plus GT എന്ന് ഉപയോഗിക്കും. മുകളിലേക്ക് പോണ ബോഡീസിന് നമ്മൾ V is equal to U minus GT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കും. അതുപോലെ 2, 3, 4. ഇനി ഞാൻ തന്ന പ്രോബ്ലംസ്, ഒന്നാമത്തെ പ്രോബ്ലം എല്ലാവരും പേജ് എടുത്ത്. ഒന്നാമത്തെ പ്രോബ്ലം, എ ബോഡി സ്റ്റാർട്ട്സ് ഇറ്റ്സ് മോഷൻ വിത്ത് എ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ 2 meter per second starting velocity U, 2 meter per second with uniform acceleration A, 2 meter per second square. എന്താ കണ്ടുപിടിക്കണ്ടേ? ഫൈൻഡ് വെലോസിറ്റി അറ്റൈൻഡ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കേർഡ് ഇൻ 10 സെക്കൻഡ്. വെലോസിറ്റി ഒക്കേർഡ് 10 സെക്കൻഡിന് ശേഷം അല്ലെ. അപ്പൊ ഒരു വെലോസിറ്റി ഒക്കേർഡ് കണ്ടുപിടിക്കണം. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് ഒക്കേർഡ് അല്ലെ. ടൈം എത്രയാ തന്നിരിക്കണേ?
10 സെക്കൻഡ് അല്ലേ? അപ്പൊ ഇത് വി കാണണം, എസ് കാണണം. ഏതൊക്കെ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം? വി ഈസ് ഈക്വൽ ടു ദിസ് വൺ അല്ലേ? ഇതിലെന്താണ് യു? എന്താ? 2 മീറ്റർ പെർ സെക്കൻഡ്. എയോ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടിയോ 10 സെക്കൻഡ് അല്ലേ? ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വി ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2 ഇൻറ്റു 10 അല്ലേ? അപ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയാണ് നമുക്ക് കിട്ടി. ആ കിട്ടുന്ന വാല്യൂ എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതണം. ഇനി അതേപോലെ എസ് കണ്ടുപിടിക്കണ്ടേ? എസ് കണ്ടുപിടിക്കണ്ടേ? എസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദിസ് ഇക്വേഷൻ യു എത്രയാ? 2 മീറ്റർ പെർ സെക്കൻഡ്. എ എത്രയാ? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടി എത്രയാ? 10 സെക്കൻഡ്. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന ഉത്തരം മീറ്ററിന് എഴുതണം. ഇത്ര മീറ്റർ ആണ് എന്നുള്ളത് എഴുതണം അല്ലേ? മീറ്റർ ഇസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കിയേ, സെക്കൻഡ് വൺ. രണ്ടാമത്തെ പ്രോബ്ലം എല്ലാവരും വായിച്ച് നോക്കിയിട്ട്. A bullet is fired into a fixed block of wood of thickness 0.1 meter. Thickness എന്ന് പറയുമ്പോൾ എന്തായാലും അത് എസ് അല്ലേ? With velocity 200 meter per second and comes out with velocity 100 meter per second അല്ലേ? അപ്പോൾ വിത്ത് വെലോസിറ്റി 200 meter per second എന്നുള്ളത് എന്താ? യു ആണ് അല്ലേ? ഇനി എന്താ? കംസ് ഔട്ട് വിത്ത് വെലോസിറ്റി 100 meters per second, അത് വി ആണ്. ഫൈൻഡ് ഔട്ട് എന്ത് കണ്ടുപിടിക്കണം? എന്താ കണ്ടുപിടിക്കേണ്ടത്? എ റിട്ടാർഡേഷൻ. എ കാണണം അല്ലേ? അപ്പൊ യു ഉണ്ട്, വി ഉണ്ട്, എസ് ഉണ്ട്. എ കാണണം. ഏത് ഇക്വേഷനോ ഉപയോഗിക്കുക? ഏത് ഇക്വേഷൻ ഉപയോഗിക്കുക? ഈ മൂന്നെണ്ണത്തില് വി ഉണ്ട്, യു ഉണ്ട്, എസ് ഉണ്ട്. ഉറപ്പായിട്ടും ദിസ് ഇക്വേഷൻ അല്ലേ? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഈ വി സ്ക്വയർ എന്നുള്ളിടത്ത് നമ്മൾ വില എത്ര കൊടുക്കും? വി സ്ക്വയർ എന്നുള്ളിടത്ത് എത്ര വില കൊടുക്കും? 100 സ്ക്വയർ. യു സ്ക്വയർ എന്നുള്ളിടത്തോ 200 സ്ക്വയർ. 2 ഇൻറ്റു എ ആണ് കാണേണ്ടത്, ഇൻറ്റു എസ് 0.1. അപ്പോൾ ഒരു ഫാക്ടർ മാത്രമല്ലേ കാണാനുള്ളൂ അല്ലേ? ഒരു ഫാക്ടർ മാത്രമല്ലേ കാണാനുള്ളൂ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ്. വി സ്ക്വയർ എത്രയാ? 100 സ്ക്വയർ ഈസ് ഈക്വൽ ടു 200 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എസ് എത്രയാ? 0.1 മീറ്റർ. അപ്പോൾ ഈ 2 ഇൻറ്റു നെക്സ്റ്റ് സ്റ്റെപ്പിൽ 2 ഇൻറ്റു എ ഇൻറ്റു 0.1, 100 സ്ക്വയർ മൈനസ് 200 സ്ക്വയർ സമം 2 ഇൻറ്റു എ ഇൻറ്റു 0.1. അങ്ങനെയല്ല വരാ? നൂറ് സ്ക്വയർ സമം 200 സ്ക്വയർ 2 ഇൻറ്റു എ ഇൻറ്റു 0.1. ഇതെങ്ങനെയാ? 2 ഇൻറ്റു എ ഇൻറ്റു 0.1 എന്ന് പറയുമ്പോൾ 0.2a സമം 100 സ്ക്വയർ മൈനസ് 200 സ്ക്വയർ. Therefore a സമം 100 സ്ക്വയർ മൈനസ്
200 സ്ക്വയർ ബൈ 0.2. ഇങ്ങനെയല്ലേ? മനസ്സിലായില്ല അല്ലേ? അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്യുക. ഇത് കോപ്പി ചെയ്ത് വെക്കാനല്ല ഞാൻ പറയുന്നത്. ഇത് ചെയ്യണ വിധം കണ്ടതിന് ശേഷം പ്രോബ്ലംസ് നിങ്ങൾ പകർത്തിയത് നോക്കി ഓരോന്നായിട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ പ്രോബ്ലം നോക്കിയേ. മൂന്നാമത്തെ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഫ്രീലി ഫോളിംഗ് ബോഡി ഡ്യൂറിംഗ് 3rd സെക്കൻഡ് ഓഫ് ഇറ്റ്സ് മോഷൻ. ഫ്രീലി ഫോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? 0. എങ്ങടെ വീണ് ഫോളിംഗ് ബോഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബോഡി മൂവിങ് അണ്ടർ ഗ്രാവിറ്റി. അത് മനസ്സിലാക്കണം. അപ്പൊ ജി എത്രയാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡ്യൂറിംഗ് 3rd സെക്കൻഡ് ഓഫ് മോഷൻ എന്നാണ് ചോദ്യം അല്ലെ? ഡ്യൂറിംഗ് 3rd സെക്കൻഡ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ഏതാ ഇക്വേഷൻ? Sn സമം u പ്ലസ് ജി ഇൻറ്റു n മൈനസ് ഹാഫ്. എന്നിന്റെ വില എത്രയാ? 3. യുവിന്റെ വിലയോ 0. ജിയുടെ വിലയോ 9.8. 3 മൈനസ് ഹാഫ്. ഈ കിട്ടുന്നതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ബോഡി ഡ്യൂറിംഗ് 3rd സെക്കൻഡ് ഓഫ് മോഷൻ. അപ്പോൾ 3 മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ 2.5 അല്ലേ? 9.8 ആദ്യത്തെ ഫാക്ടർ 0 ആണ്. അപ്പൊ ഇത്രയും എത്ര കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും മീറ്റർ ആണ് ആൻസർ. ഗോട്ട് ദി ഐഡിയ? ഇനി നാലാമത്തെ ചോദ്യം. എ ബോഡി ട്രാവൽസ് 120 മീറ്റർ ഡ്യൂറിംഗ് 4th സെക്കൻഡ്, 60 മീറ്റർ ഡ്യൂറിംഗ് 8th സെക്കൻഡ് അല്ലെ? അപ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ തന്നിരിക്കുകയാണ്. ഈ 120 മീറ്റർ ട്രാവൽ ചെയ്യണു 4th സെക്കൻഡിൽ, 4ാമത്തെ സെക്കൻഡിൽ. അപ്പൊ നമ്മുടെ ഈ ഫോമുല, അതായത് Sn is equal to u പ്ലസ് a ഇൻറ്റു n മൈനസ് ഹാഫ് എന്നുള്ള ജനറൽ ഫോമുലയാണ് ഉപയോഗിക്കേണ്ടത്. അതില് 120 മീറ്റർ ട്രാവൽ ചെയ്യണം. എപ്പോ? ഡ്യൂറിംഗ് 4th സെക്കൻഡ്. a ഇൻറ്റു 4 മൈനസ് 6. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇതേപോലെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഫ്രെയിം ചെയ്യാം അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? 60 മീറ്റർ ഡ്യൂറിംഗ് 8th സെക്കൻഡ്. അപ്പൊ ഈ ഇക്വേഷനിൽ Sn എന്നുള്ളടത്ത് എത്രയാവും? 60 മീറ്റർ. u പ്ലസ് a ഇൻറ്റു 8th സെക്കൻഡ്. എന്നിന്റെ വില 8. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം? ഫൈൻഡ് റിട്ടാർഡേഷൻ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. റിട്ടാർഡേഷനും കാണണം, ഇനീഷ്യൽ വെലോസിറ്റിയും കാണണം, എയും കാണണം, യുവും കാണണം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് യുവും എയും കണ്ടുപിടിക്കാൻ എന്താ മാർഗം? സോൾവ് ചെയ്യണം അല്ലെ? അപ്പൊ ഇത് സോൾവ് ചെയ്യാം. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് നമുക്ക് നോക്കുമ്പോൾ എന്താ? ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2. അപ്പൊ ലെഫ്റ്റ് സൈഡ് കുറയ്ക്കുമ്പോൾ ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 120 ആണ്. മൈനസ് ഇക്വേഷൻ 2ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 60 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡുകൾ കുറയ്ക്കാം. യു മൈനസ് യു അല്ലെ? യു മൈനസ് യു എത്ര വരെ? 0. ഫസ്റ്റ് ഫാക്ടർ കുറച്ച് 0 ആയി. ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പ്ലസ് ഈ 4 മൈനസ് അര എ എന്ന് പറയുന്നത് നമുക്ക് 3.5 എ എന്ന് പറയാലോ. 3.5 എ എന്ന് പറഞ്ഞുകൂടെ? ഇതിനെ 3.5 എ അല്ലേ? അതേപോലെ 8 മൈനസ് അര എന്നുള്ളത് 7.5, 7.5 എന്ന് എഴുതിക്കൂടെ? അപ്പൊ 3.5 മൈനസ് 7.5 എന്ന് പറയുമ്പോൾ എത്ര വില? മൈനസ് 4a. ശരിയല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. 60 ഈസ് ഈക്വൽ ടു അല്ല, 120 മൈനസ് 60 എന്ന് വെച്ചാൽ 60 അല്ലേ? മൈനസ് 40a. അപ്പൊ a ഈസ് ഈക്വൽ ടു 60 by 40, 3/2 അല്ലേ? ഇങ്ങനല്ലേ വരാ?
ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 3/2 എന്ന് പറഞ്ഞാൽ -1.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കണ്ട, എ മൈനസാ കിട്ടണേ. എ മൈനസാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആക്സിലറേഷൻ ഈസ് റിട്ടാർഡേഷൻ. അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാണ് അല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? യു കാണണം. എയുടെ വില നമുക്ക് -1.5 എന്നുള്ളത് ഈ ഇക്വേഷനിൽ കൊടുക്കാം. അപ്പൊ 120 സമം യു പ്ലസ് -1.5 അല്ലെങ്കിൽ -3/2 അല്ലേ. 3/2 -3/2. ഈ -3/2 നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ യു -3/2 ഇൻറ്റു 3.5 അല്ലേ. എയുടെ വിലയല്ലേ -3.2. അപ്പോൾ 120 അറിയാം. ഈ ഭാഗം മുഴുവൻ അറിയാം. എക്ക് -3/2 കൊടുത്തു, അല്ലെങ്കിൽ -1.5 കൊടുത്തു എക്ക്. അപ്പോൾ 3.5 -3.5 ഇൻറ്റു 1.5. അത് സോൾവ് ചെയ്തിട്ട് 120ന്റെ അടുത്തേക്ക് ഇതിനെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാ? മൈനസ് എന്നുള്ളത് ഇവിടെ എത്തുമ്പോൾ പ്ലസ് ആവും അല്ലേ. ആ വാല്യൂ ഇപ്പുറത്ത് ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താ? യു ആണ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ തനി ചെയ്യണം കേട്ടാ. ഇപ്പൊ എയുടെ വില കിട്ടി. അത് ഞാൻ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് in equation 1 value of a. എന്തിനാ അത് ചെയ്യണത്? to find u ആണ് അല്ലേ. അപ്പോൾ 120 സമം u പ്ലസ് -1.5 ഇൻറ്റു 3.5. എന്തുകൊണ്ടാണ് 3.5 എഴുതിയത്? 4 മൈനസ് ആരാന്നുള്ളത് 3.5 ആണ്. -1.5 എന്നുള്ളത് എയുടെ വിലയാണ്. അപ്പോൾ 120 ഈ -1.5 ഇൻറ്റു 3.5 എന്നുള്ളത് ഈ സൈഡിലേക്ക് നമ്മൾ സോൾവ് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. പ്ലസ് ഒരു വാല്യൂ ആയിരിക്കും. ഇസ് ഈക്വൽ ടു യു വില കിട്ടും. -1.5 ഇൻറ്റു 3.5 എന്നുള്ളത് സോൾവ് ചെയ്തിട്ട് മൈനസ് ആയതുകൊണ്ട് അത് ഈ സൈഡിലേക്ക് വരുമ്പോൾ അത് പ്ലസ് ആവുമല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് യുവിന്റെ വില കിട്ടും. ആ കിട്ടുന്ന വില ആണ് ഇനീഷ്യൽ വെലോസിറ്റി. യൂണിറ്റ് എന്താ അതിന്റെ? യു ഇസ് ഈക്വൽ ടു ആ സോൾവ് ചെയ്തിട്ട് ആ വാല്യൂ കിട്ടി മീറ്റർ പെർ സെക്കൻഡ് എഴുതുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്. ഒരു അഡീഷണൽ കാര്യം കൂടി ഉണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ ബോഡി ട്രാവൽസ് 20 മീറ്റർ ഡ്യൂറിംഗ് 7th സെക്കൻഡ്, 24 മീറ്റർ ഡ്യൂറിംഗ് 9th സെക്കൻഡ്. അപ്പൊ ഇതുപോലെ നമ്മൾ രണ്ട് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം. 20 മീറ്റർ ഇസ് ഈക്വൽ ടു 24 മീറ്റർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. എങ്ങനെ? 7 ഇവിടെ വാല്യൂ, ഇവിടെ എത്രയാണ്? 9 വാല്യൂ കൊടുത്തിട്ട്, എന്നിട്ട് അതിനെ സോൾവ് ചെയ്തിട്ട് ഫൈൻഡ് ആക്സിലറേഷൻ ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി. എയും കാണണം, ഇതുപോലെ നമ്മൾ എ കണ്ട പോലെ എ കാണണം, പിന്നെ എന്ത് കാണണം? യു കാണണം. ഇനി ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഡ്യൂറിംഗ് 15th സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത്തേല്. അപ്പൊ അത് യുവും എയും കണ്ടുപിടിക്കുക. യുവും എയും കണ്ടുപിടിക്കുക. എങ്ങനെ? ഇതേ മെത്തേഡില് വാല്യൂസ് 5th കൊടുത്തിട്ട്, എന്നിട്ട് നമ്മള് S15 is equal to u plus a into 15 minus half. യു നമുക്ക് കിട്ടി, എ നമുക്ക് കിട്ടി. 15 മൈനസ് ആരാന്നുള്ളത് എത്രയാ? 14.5. അപ്പൊ S15 എത്രയാന്ന് നമുക്ക് കിട്ടും. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കൂ. 6. Find the distance traveled by a freely falling body during 4th second of motion. Again, free fall എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാ? ഫ്രീ ആയിട്ടാ ഫോൾ ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0. ഫോളിംഗ് എന്ന് പറയുമ്പോൾ അണ്ടർ ഗ്രാവിറ്റി ആണ്, G പ്ലസ് ആണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ.
4th സെക്കൻഡിലെ during 4th second of motion. Find distance traveled by freely falling body during 4th second of motion. അപ്പോൾ എന്താ Sn is equal to u plus g into n minus half. അപ്പോൾ ഇതിൽ യുവിൻ്റെ വില എത്ര 0, ജിയുടെ വില 9.8, എന്നിൻ്റെ വില എത്രയാണ് 4th 4 മൈനസ് ആരാ നമ്മളിത് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ ഒരെണ്ണം ചെയ്തില്ലേ, ഓർമ്മയില്ലേ? 7ാമത്തെ ചോദ്യം ഞാൻ പിന്നീട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടെ ഞാൻ കുറച്ച് അടുത്ത ലിങ്കിൽ ഇടാം കേട്ടോ. ഇനി 7 അപ്പോൾ കഴിഞ്ഞു. ഇനി 8 ഞാൻ ബി സീ ദാറ്റ് ലേറ്റർ. കുറച്ചൊരു ഇതുണ്ട്, അല്ലെങ്കിൽ ഇതിന് ഈ ഒരു ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യന് ശേഷം വേണ്ടല്ലേ, നമുക്ക് ഇപ്പൊ തന്നെ ആവാം അല്ലെ, എന്തിനപ്പോ. അപ്പൊ 7. അപ്പൊ ഈ 7 കഴിഞ്ഞതിന് ശേഷം 8 എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ബോഡി ഡിസ്ക്രൈബ്സ് 40 meter ഡ്യൂറിംഗ് 4th second and 60 meter ഡ്യൂറിംഗ് 6th second of its motion. Find out initial velocity and acceleration. അത് ഈ സെയിം മെത്തേഡാണ്. ഏത് സെയിം മെത്തേഡ്? ഇങ്ങനെ 2 ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്ത് യുവും എയും കണ്ടുപിടിക്കൽ തന്നെയാണ്. അപ്പൊ ഞാൻ ഇനി ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. 8 ഈസ് ഓവർ. സെയിം മെത്തേഡ് ആസ് നമ്മൾ മുമ്പ് കണ്ട ക്വസ്റ്റ്യൻ്റെ, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇറ്റ്സ് ഓവർ. ഇനി 7 എന്ന് പറയുമ്പോൾ ഒരു കുറച്ചും കൂടി നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി ചിന്തിക്കണം. അതായത് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി. പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ത്രോൺ എന്നുള്ള അർത്ഥം. വെർട്ടിക്കലി അപ്പ് വിത്ത് എ വെലോസിറ്റി യു ഷോ ദാറ്റ് ടൈം ഓഫ് അസെൻഡ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെൻഡ്. അപ്പോൾ ഒരു ബോഡി ഒരു കല്ലിങ്ങനെ എറിയാണ് അല്ലെ, എറിഞ്ഞാൽ അതിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കില്ലല്ലോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എറിയണ അല്ലെങ്കിൽ കേസിലൊക്കെ ബോഡീസ് ത്രോൺ എന്ന് പറഞ്ഞ മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുമോ, താഴേക്ക് വരില്ലേ? എന്തുകൊണ്ടാ? ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ മെയിൻ ഫോഴ്സ് ഗവേണിംഗ് ദ മോഷൻ ഓഫ് ദിസ് ബോഡി ഈസ് ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ എ എന്നുള്ളവർക്ക് എന്താണ്? ജി ആണ്. ഇനി ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്പ് എന്നാണ് പറയുന്നത്. വെർട്ടിക്കലി അപ്പ്. വെർട്ടിക്കലി അപ്പാവുമ്പോ ജിയുടെ വില നമ്മൾ എത്ര എടുക്കും? മൈനസ് എടുക്കണം അല്ലേ? ബോഡി പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്പ് വിത്ത് എ. ഇനി ഇവർ എന്താ പറഞ്ഞിരിക്കണേ? മുകളിലേക്ക് എറിയുമ്പോൾ എറിഞ്ഞാൽ താഴേക്ക് വരും. ഈ ടൈം ഓഫ് എസെന്റ് മുകളിലേക്ക് പോവാനെടുക്കുന്ന ടൈം അതിനെ നമുക്ക് T1 എന്ന് കൊടുക്കാം. അതേപോലെ താഴേക്ക് വരാൻ എടുക്കുന്ന ടൈം നമുക്ക് T2 എന്ന് കൊടുക്കാം. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം വേണം. അപ്പൊ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ മാത്തമാറ്റിക്കലി നമുക്ക് ഇതിനെ കേസ് 1 എന്നും ഇതിനെ കേസ് 2 എന്നും എഴുതുകയാണ്. 7ാമത്തെ ചോദ്യം കേട്ടോ. ചോദ്യം നോക്കിയില്ല? ഒന്നുകൂടി എല്ലാവരും ചോദ്യം നോക്കി. നോക്കിയല്ലോ അല്ലേ? അപ്പൊ നമ്മള് ഇത് സോൾവ് ചെയ്യാനായിട്ട് 2 കേസായിട്ട് എടുത്തു. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനില് അതാണല്ലോ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷനിൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് AT എന്നുള്ളിടത്ത് നമുക്ക് ഇവിടെ GT എന്ന് ആക്കാം അല്ലെ? GT. അപ്പൊ ഈ കേസില് ഈ ഫസ്റ്റ് കേസ് 1 കേട്ടോ അപ്പൊ നമ്മൾ എടുക്കണം, മുകളിലേക്ക് എറിയണ കേസ്. അപ്പൊ ടൈം T1 ആണ്. ജി എന്നുള്ളത് മുകളിലേക്ക് എറിയണ കാരണം നമ്മളിത് മൈനസ് ആക്കി കേസ് 1 അല്ലെ? മൈനസ് ടി. ഇനി യു എന്ന് പറയുന്നത് യു വെലോസിറ്റിയോടുകൂടി എറിയണമെന്ന് അവർ പറഞ്ഞിട്ടുള്ളൂ. വിഒ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഫൈനൽ വെലോസിറ്റി എത്രയോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഇവിടുന്ന് പിന്നെ മുകളിലേക്ക് പോകണ്ട, പോളിലോ താഴേക്കല്ലേ വരണേ എന്ന് വെച്ചാ ഇവിടെ എത്തുമ്പോ വെലോസിറ്റി എത്രയായി? 0 ആയി ഫൈനൽ വെലോസിറ്റി.
അപ്പൊ നമുക്ക് 0 സമം u മൈനസ് GT1 എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. അപ്പോ GT1 ഈസ് ഈക്വൽ ടു, അതായത് ഞാൻ ഇതിപ്പുറത്ത് കൊണ്ടു, അല്ലെങ്കിൽ u എന്ന് എഴുതാം. GT1 ഈസ് ഈക്വൽ ടു u, അല്ലെങ്കിൽ GT1 u ഈസ് ഈക്വൽ ടു GT1 എന്നാ ഏതാ നമ്മൾ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. ഇനി നമ്മള് ഇവിടേക്ക് കേസ് 1-ല് ഇത് ഇവിടുന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവണ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ട്രാവൽ ചെയ്യണ ആ ഡിസ്പ്ലേസ്മെന്റ്, അത് ഞാൻ h എന്ന് എടുക്കാൻ പോവാ. അപ്പോ സെക്കൻഡ് ഇക്വേഷൻ ഏതാണ്? നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ s is equal to ut plus half at square കൊടുക്കുമ്പോൾ ut plus half at square അല്ലെ? ഇതില് നമുക്ക് ഈ എന്താ പറയാ, ഈ എസിന് പകരം h കൊടുക്കാം. സോ h is equal to ഈ യുക്ക് പകരം നമുക്ക് ഇവിടുന്ന് ഒരു വാല്യൂ കിട്ടിയല്ലോ. എന്താണ്? GT1. നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം ഈ T1ഉം T2ഉം സെയിം ആണെന്ന് തെളിയിക്കലാണ്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എടുത്തിട്ട് അതില് ഈ ഡിസ്പ്ലേസ്മെന്റ് h എന്ന് കൊടുത്തു. യുക്ക് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടിയ, അല്ലെങ്കിൽ ഫസ്റ്റ് കേസ് ആണല്ലോ നമ്മൾ അനലൈസ് ചെയ്യുന്നത്, GT1 പ്ലസ് ഹാഫ് ഇൻറ്റു മൈനസ് GT1 സ്ക്വയർ എന്ന് കൊടുത്തു. സോറി, ഇവിടെ യുവിന് സബ്സ്റ്റിറ്റ്യൂഷൻ GT1 കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ ടിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ടി എന്താണ്? T1 അല്ലേ? യു നമുക്ക് ഇവിടെ നിന്ന് GT1 ആണ് കിട്ടി, അതിവിടെ കൊടുത്തു. പിന്നെ ഈ ടി എന്ന് പറഞ്ഞ ടൈമാണ്. അപ്പൊ മുകളിലേക്ക് പോണ ടൈമിന് നമ്മളൊരു പേരിട്ടുണ്ട് T1. അപ്പൊ h is equal to G into T1. എന്ത്? യുവിന്റെ വില, ടിയുടെ വില T1, ഹാഫ് GT1 സ്ക്വയർ, ഹാഫ് ഇൻറ്റു മൈനസ് G ഇൻറ്റു T1 സ്ക്വയർ. ഇത് ഈസ് ഈക്വൽ ടു എത്രയാ? GT1 സ്ക്വയർ മൈനസ് ഹാഫ് GT1 സ്ക്വയർ. ഒരു GT1 സ്ക്വയറിൽ നിന്ന് അര GT1 സ്ക്വയർ കുറച്ചാൽ എത്ര കിട്ടും? ഹാഫ് GT1 സ്ക്വയർ. അപ്പൊ എച്ചിന്റെ വില കിട്ടി. h is equal to ഹാഫ് GT1 സ്ക്വയർ കേസ് 1. മനസ്സിലായില്ലേ? ഇനി നമ്മൾ കേസ് 2 അനലൈസ് ചെയ്യാൻ പോവാം. കേസ് 2ല് എന്താണ്? ബോഡി താഴേക്ക് വരികയാണ്. അപ്പൊ ഈ ഹൈറ്റ് നമ്മൾ h എന്നല്ല പേര് കൊടുത്തിരിക്കണേ. അപ്പൊ നമുക്ക് സ്പേസ് വളരെ കുറവായല്ലോ. ഇവിടെ നമുക്ക് ഈ s is equal to ut plus half at square എന്നുള്ള ഇക്വേഷനില് ഇക്വേഷൻസ് ഈ കേസ് 2 അനലൈസ് ചെയ്യുമ്പോൾ h സമം യു എത്രയാണ്? ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് 0 എന്ന് കൊടുത്തൂടെ. അപ്പൊ പിന്നെ ഈ T2 എന്ന് പറയുമ്പോൾ അതിന് വാല്യൂ ഇല്ലാണ്ടായി. യു 0 മൾട്ടിപ്ലൈ ഉണ്ടല്ലേ. ഹാഫ് ഇൻറ്റു എക്ക് പകരം എത്രയാ? പ്ലസ് G താഴേക്ക് വരാണ് T2 സ്ക്വയർ. അപ്പൊ h is equal to ഹാഫ് GT2 സ്ക്വയർ എന്ന് കിട്ടി. ഇത് രണ്ടും നോക്കി ഇതിന്ന് T1 സ്ക്വയർ is equal to T1 സ്ക്വയർ is equal to 2h by G അല്ലെ? നമുക്ക് h is equal to ഹാഫ് GT സ്ക്വയർ എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? T1 സ്ക്വയർ is equal to 2 ഇങ്ങോട്ട് വരും, 2h by G. ഈ ഇക്വേഷനോ T2 സ്ക്വയർ is equal to 2h by G.
അപ്പൊ T1 സ്ക്വയറും T2 സ്ക്വയറും സെയിം ആന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടൈം ഓഫ് അസെന്റ് ഈസ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെന്റ്.